ശ്രീ ഉല്ലാസ് ബാബു, പതിവ് പ്രതിരോധം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രതിരോധം തീർക്കലാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ ആരോപണമാണ്, രാഷ്ട്രീയമായി തങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതാണ് എന്നുള്ളതാണ്. എന്തായാലും ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ കാര്യത്തിൽ അത് പറയാൻ സാധിച്ചില്ല. അദ്ദേഹം ഒരു ഇടതുപക്ഷ അനുഭാവിയായിരുന്നു. ഇതിപ്പോൾ കെട്ടിടം തകർന്നു വീണ കാര്യത്തിലും പറയുകയില്ല. പിന്നെ എന്ത് പ്രതിരോധമായിരിക്കും ഇനി ഈ സർക്കാർ സ്വീകരിക്കുക? അല്ല രോഹിണി, നമ്മളൊരു കാര്യം ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ ആരോഗ്യരംഗത്തിൻ്റെ തകർച്ച അത് ഇന്നലെയും തുടങ്ങിയതല്ല. ഇപ്പോൾ ആ മാധ്യമങ്ങളോട് വന്ന് പ്രതികരിച്ച സൂപ്രണ്ട് ഉണ്ടല്ലോ, അയാളുടെ വാക്കുകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എന്ത് ലാഘവത്തോടു കൂടിയാണ് അദ്ദേഹം ആ കാര്യം പറഞ്ഞത്. അദ്ദേഹത്തെ പോലെയുള്ള ആളുകളെയൊക്കെ കേട്ടിയിട്ടടിക്കണം കേരളത്തിലെ ജനങ്ങൾ. കാരണം ഒരു വിഷമവും ഒരു കുഴപ്പമില്ലാതെ അദ്ദേഹം പറയുകയാണ്, അത് കാലപ്പഴക്കമുള്ള ബിൽഡിംഗ് ആയിരുന്നു, അത് വീഴുമെന്നറിയാമായിരുന്നു, പക്ഷെ നിവൃത്തിയില്ലാത്തത് കൊണ്ട്. അങ്ങനെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഓൻ്റെ ഭാര്യേനെയും അമ്മേനെയും അച്ഛനെയും കൊണ്ടുപോയിട്ട് ആ കെട്ടിടത്തിൻ്റെ അടുത്ത് നിർത്താൻ അയാൾക്ക് തയ്യാറാകുമോ? നിങ്ങൾ എന്ത് മനസ്സിലാക്കേണ്ടത്? സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോട് എന്ത് നീതികേടും കാണിക്കാൻ വന്നിരുന്നില്ലേ അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ അർത്ഥം? അയാൾക്കെതിരെയൊക്കെയാണ് കൃത്യമായിട്ടുള്ള ജനരോക്ഷം ഉണ്ടാകേണ്ടതും നടപടികൾ ഉണ്ടാകേണ്ടതും. രണ്ടാമത്തെ കാര്യം, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ ഇന്ന് ഹെൽത്ത് സെൻ്ററിൽ ശ്രീമതി വീണ ജോർജ്, അദ്ദേഹത്തിന് അവർക്ക് ദേഹാസ്വാസ്ഥ്യം വന്ന് അവർ കൊണ്ടുപോയി. ശ്രീ രോഹിണി, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കൂ, ആ മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കാൻ ആളുകളുണ്ടെന്നേ. അവർക്ക് ഡോക്ടർമാർ കൃത്യമായി മരുന്ന് നൽകും. സാധാരണക്കാരൻ ശസ്ത്രക്രിയ കഴിഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിൽ കിടന്നാൽ ഒരു കാപ്പലണ്ടി പൊതിയന കടലാസിൽ പോലും കാര്യങ്ങൾ എഴുതി കൊടുക്കൂലെന്ന് ഈ മെഡിക്കൽ കോളേജിൽ. ധിക്കാരപരമായിട്ടുള്ള പെരുമാറ്റം, അവിടുത്തെ ആളുകളുടെ ശൈലി കണ്ടാലുണ്ടല്ലോ നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഒന്നാം നമ്പർ കേരളം എന്ന് പറയുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതങ്ങൾ കൃത്യമായി വാങ്ങിച്ചു വെച്ച് ഒരു പദ്ധതികളും നടപ്പിലാക്കാത്ത ആ രാഷ്ട്രീയം എന്താണെന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. എന്താണ് വീണ ജോർജിൻ്റെ പണി? എന്താണ് ആരോഗ്യമന്ത്രിയും അത് അവരുടെ കീഴിലുള്ള IAS ഉദ്യോഗസ്ഥരും മറ്റു ഉദ്യോഗസ്ഥരും പണി? അവർക്ക് കൃത്യമായി കൈകാര്യം ചെയ്യണ്ടേ? കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ നികുതി പണം എടുത്ത് അമേരിക്കയിൽ പോയി സുഖമായി അദ്ദേഹത്തിന് ചികിത്സിക്കാം, അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് ചികിത്സിക്കാം, 21 ആളുകൾക്ക് ചികിത്സിക്കാം. കർക്കടം വരികയാണ്, ഒക്കെ ചികിത്സയ്ക്ക് പോകാൻ വരിയായിട്ട് നിൽക്കുകയാണ്. കാരണം കാശ് നമ്മളെ പോലെയുള്ള പാവങ്ങളുടെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് ആ പ്രയാസം ഉണ്ടാകില്ല. പക്ഷെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ, കൃത്യമായ ഒരു ആരോഗ്യ ശൈലി ഉണ്ടാക്കാൻ, കൃത്യമായ ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ എന്തുകൊണ്ട് ഇവർക്ക് സാധിക്കുന്നില്ല? നമ്മളെ കേരളത്തിൽ ഒരു ചെറിയ രീതി, ഒന്നാം നമ്പർ ആരോഗ്യം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അതിലൊന്ന് കണ്ടു നോക്കൂ. ഒന്നാം നമ്പർ ആരോഗ്യ കേരളത്തിൽ സ്റ്റിച്ച് ഇടാനായിട്ട് നൂലില്ല രോഹിണി. ഒന്നാം നമ്പർ ആരോഗ്യ കേരളത്തിൽ സ്റ്റിച്ച് ഓപ്പറേഷൻ നടത്താനായിട്ട് കത്രികയുമില്ല, കത്തിയുമില്ല രോഹിണി. ഒന്നാം നമ്പർ ആരോഗ്യ കേരളത്തിൽ കാലൊടിഞ്ഞ് തന്നാലിടാൻ പ്ലാസ്റ്റർ ഇല്ല രോഹിണി. ഒന്നാം നമ്പർ ആരോഗ്യ കേരളത്തിലെ മുറിവിനുള്ള മരുന്നില്ല. ഒന്നാം നമ്പർ ആരോഗ്യ കേരളത്തിലെ കൃത്യമായിട്ടുള്ള ജീവൻ നിലനിർത്താനുള്ള ഓക്സിജൻ ഇല്ല. ഒന്നാം നമ്പർ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ മരുന്നുകളില്ല, മെഡിക്കൽ സ്റ്റോറുകളിൽ. ഒന്നാം നമ്പർ ആരോഗ്യമുള്ള കേരളം എന്നിവർ പറയുന്ന സ്ഥലത്ത് ശുചിമുറിയില്ല കൃത്യമായിട്ട്. ഒന്നാം നമ്പർ ആരോഗ്യമുള്ള ഇവർ പറയുന്ന സ്ഥലത്ത് എക്സ്റേ പ്രവർത്തിക്കില്ല. ഒന്നാം നമ്പർ ആരോഗ്യം എന്ന് പറയപ്പെടുന്ന കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ, സ്കാൻ സെന്ററുകൾ കൃത്യമായി പ്രവർത്തിക്കില്ല. ഒന്നാം നമ്പർ ആരോഗ്യമെന്ന് ഇവർ പറയുന്ന സ്ഥലത്ത് രോഗികൾക്ക് കിടക്കാൻ കിടക്കയില്ല. ഒന്നാം നമ്പർ ആരോഗ്യ കേരളം എന്നിവർ പറയുന്ന സ്ഥലത്ത് പട്ടി കടിച്ച് ഓടിച്ചെന്നാൽ കുത്തിവെക്കാൻ മരുന്നില്ല. ഒന്നാം നമ്പർ ആരോഗ്യ കേരളം എന്ന് ഇവർ പറയുന്ന സ്ഥലത്ത് കൃത്യമായി നോക്കാൻ ഡോക്ടർമാരില്ല. ഒന്നാം നമ്പർ ആരോഗ്യ കേരളത്തിൽ കൃത്യമായ നഴ്സുമാരില്ല. ഒന്നാം നമ്പർ ആരോഗ്യ കേരളത്തിൽ വീണാൽ ഓടിക്കൊണ്ടെത്തിക്കാൻ കൃത്യമായി ഓടുന്ന ആംബുലൻസുകളില്ല. ഒന്നാം നമ്പർ ആരോഗ്യ കേരളത്തിൽ ഒരു ആരോഗ്യവുമില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു വ്യക്തിയുടെ വൃക്കയുമായി വന്ന് ആംബുലൻസ് ഡ്രൈവർ ആംബുലൻസിന് അകത്ത് കാത്തിരിക്കേണ്ട ഒരു ഗതികേട് പോലും നമ്മൾ കണ്ടതാണ്. സമയക്കുറവുണ്ട്. ശ്രീജിത്ത് പണിക്കറിലേക്ക് ഒരു മിനിറ്റിൽ. ഒറ്റ മിനിറ്റ് എനിക്കിനി സമയം തരണ്ട. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ കോഴിക്കോടായിക്കോട്ടെ, തൃശ്ശൂരിലായിക്കോട്ടെ, കോട്ടയത്തായിക്കോട്ടെ, ഏത് മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം അടക്കമെടുക്കുക, അവിടെയൊക്കെ നടത്തിയിട്ടുള്ള വിഷയങ്ങൾ ഐക്കമിട്ട് എണ്ണി നോക്കുക. പണ്ടൊരു കഫീൽ ഖാൻ എന്ന് പറയപ്പെടുന്ന ഒരു വിഷയം ഉത്തർപ്രദേശിൽ ഒരു തെമ്മാടി ഉണ്ടായിരുന്നു. അവിടെ കളവ് കേസ്, പെണ്ണ് കേസ്, മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള ഡോക്ടർ, ഓൻ കാണിച്ചിട്ടുള്ള തെമ്മാടിത്തരത്തിൽ അവൻ പറഞ്ഞ നുണ സ്റ്റേറ്റ്മെന്റും തോളത്ത് കയറ്റി കാവടിയാടിയിരുന്ന വർഗമായിരുന്നു കേരളത്തിലെ ഇടതുപക്ഷം എന്ന് പറയപ്പെടുന്നത്. ആ ഇടതുപക്ഷം യഥാർത്ഥത്തിൽ ഒരു ഡോക്ടർ ഇവിടുത്തെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നാം നമ്പർ തട്ടിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോ
എന്തുകൊണ്ടാണ് അവർക്ക് ആദ്യം തിരസ്കരിക്കേണ്ടി വന്നത്, എതിർക്കേണ്ടി വന്നത്, ഭീഷണിപ്പെടുത്തേണ്ടി വന്നത്? ഇന്നല്ലേ പിണറായി വിജയൻ ഗുരുതുല്യനും അച്ഛൻ തുല്യനൊക്കെ ആയത്. അപ്പൊ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ കേരളത്തിനകത്ത് സാധാരണക്കാരെ പറ്റിക്കുക, വഞ്ചിക്കുക, ചതിക്കുക, അവരോട് നീതികേട് കാണിക്കുക എന്നുള്ളത് മുഖമുദ്രയാക്കിയിരിക്കുന്ന ഒരു സർക്കാർ, ആ സർക്കാരിന്റെ ആരോഗ്യമില്ലാത്ത ആരോഗ്യ നയം, ആ സർക്കാരിന്റെ ജനദ്രോഹപരമായിട്ടുള്ള തീരുമാനങ്ങളെ കൃത്യമായി തെരുവിൽ നേരിടാൻ രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ ഇറങ്ങിയില്ലെങ്കിൽ വീണ ജോർജുമാർ ഇവിടെ നീണാൽ വാഴും. അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഞങ്ങളത് ഒരു സംശയം വേണ്ട, തെരുവിലുണ്ടാവും. വീണ ജോർജുമാരെ ഞങ്ങൾ തടയും. വീണ ജോർജുമാർ ദേഹാസ്വാസ്ഥ്യം കഴിഞ്ഞ് പുറത്ത് ഇറങ്ങുമല്ലോ, നമുക്ക് കാണാം.